നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. ഒരു മാസം എത്ര കിലോ വരെ ശരീരഭാരം ഹെൽത്തി ആയിട്ട് കുറയ്ക്കാൻ സാധിക്കും? ഡയറ്റിങ്ങും വ്യായാമവും കൃത്യമായിട്ട് ചെയ്യേണ്ട രീതികൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. അമിതഭാരം കുറയ്ക്കാനായിട്ട് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ആഹാര നിയന്ത്രണം, മറ്റൊന്ന് വ്യായാമം. ഈ 2 കാര്യങ്ങളും തുടങ്ങുന്നതിന് മുൻപ് കൃത്യമായിട്ടുള്ള വൈദ്യപരിശോധന നടത്തുന്നത് നന്നായിരിക്കും. BP, കൊളസ്ട്രോൾ, തൈറോയിഡിൻ്റെ ലെവൽസ്, HbA1c എന്നിവ അറിഞ്ഞതിന് ശേഷം മാത്രം ഡയറ്റിങ്ങും വ്യായാമവും തുടങ്ങുന്നതായിരിക്കും നല്ലത്. പ്രമേഹം, BP തുടങ്ങിയവയ്ക്ക് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ അത് ട്രെയിനറിനോട് വ്യക്തമാക്കി പറയണം. അതുപോലെ വിഷാദം, ഉറക്കക്കുറവ്, തൈറോയിഡ് പ്രോബ്ലംസ് ഇങ്ങനെയുള്ള പ്രശ്നമുള്ളവരിലും അമിതവണ്ണം കണ്ടുവരാറുണ്ട്. ഇങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവയ്ക്കുള്ള മെഡിസിൻ കഴിക്കുക തന്നെ വേണം. അതിനോടൊപ്പം തന്നെ വ്യായാമവും ഡയറ്റിങ്ങും ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ സാധിക്കുന്നത്. വണ്ണം കുറയ്ക്കുക എന്നാൽ കൊഴുപ്പ് കുറയ്ക്കുക എന്നാണ്. കൊഴുപ്പ് അത്ര മോശമായിട്ടുള്ള ഒന്നല്ല, ശരീരത്തിന് ആവശ്യത്തിന് കൊഴുപ്പ് വേണ്ടത് തന്നെയാണ്. എന്നാൽ പുരുഷന്മാർക്ക് ആകെ ഭാരത്തിൻ്റെ 20 കിലോയും സ്ത്രീകൾക്കാണെങ്കിൽ 24 കിലോയും കൊഴുപ്പാണ് വേണ്ടത്. അതായത് ഇപ്പോൾ പുരുഷന് 100 കിലോ ഭാരമുണ്ടെങ്കിൽ അതിൽ 20 കിലോ കൊഴുപ്പ് ശരീരത്തിന് ആവശ്യമാണ്. അതുപോലെ സ്ത്രീകൾക്ക് 100 കിലോ ഭാരമുള്ള ഒരു സ്ത്രീക്ക് 24 കിലോ കൊഴുപ്പ് വേണ്ടതാണ്. ഇതിലധികമുള്ള കൊഴുപ്പിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ പുരുഷന്മാരിൽ അരവണ്ണം 102 സെൻറ്റിമീറ്ററിൽ കൂടുന്നതും സ്ത്രീകളിൽ 88 സെൻറ്റിമീറ്ററിൽ കൂടുന്നതും അത്ര ഹെൽത്തി അല്ല, അത് അനാരോഗ്യകരമാണ്. അമിതഭാരം കുറയ്ക്കാനായിട്ട് പല തരത്തിലുള്ള ഡയറ്റിങ് ഉണ്ട്. എന്നാൽ കൃത്യമായിട്ടൊരു ധാരണയില്ലാതെ ഇവയെല്ലാം പരീക്ഷിക്കുകയാണെങ്കിൽ അത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ശരീരഭാരം കൂടുന്നത് മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ എടുത്തിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് കുറയ്ക്കാനും അതിൻ്റേതായ സമയമെടുക്കും. അല്ലാതെ ദിവസങ്ങൾക്കുള്ളിൽ ഒരുപാട് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കില്ല. അങ്ങനെ വെയിറ്റ് കുറയ്ക്കുന്നത് അത്ര ഹെൽത്തി അല്ല. അത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഉയരം, പ്രായം, ഭാരം, നമ്മുടെ ജോലിയുടെ സ്വഭാവം എന്നിവ കണക്കിലെടുത്ത് വേണം ഡയറ്റിങ് തുടങ്ങാൻ. അതുപോലെ ഹൃദ്രോഗം, കരൾ, വൃക്ക ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർ എപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഡയറ്റിങ് ചെയ്യാവൂ. ഡയറ്റ് പ്ലാനുകൾ സ്വയം തയ്യാറാക്കരുത്. തിരഞ്ഞെടുക്കുന്ന ഡയറ്റ് പ്ലാനിൽ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഡയറ്റിംഗ് ആരംഭിച്ചാൽ ചെറിയ ക്ഷീണം കണ്ടേക്കാം. എന്നാൽ കഠിനമായ ക്ഷീണം, തലവേദന, മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്നിവ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടുന്നത് നന്നായിരിക്കും. വണ്ണം കുറയ്ക്കാനായിട്ട് അമിതമായിട്ട് വ്യായാമം ചെയ്ത് പ്രശ്നം ഉണ്ടാക്കുന്നവരുമുണ്ട്. അതും അൺഹെൽത്തിയാണ്. ഓരോരുത്തരുടെ ശരീരപ്രകൃതത്തിന് അനുയോജ്യമായ വ്യായാമ രീതികളുണ്ട്. ഇതൊരു ട്രെയിനറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഓട്ടം, സൈക്ലിംഗ്, നീന്തൽ ഇങ്ങനെയുള്ള എയ്റോബിക് എക്സസൈസ് ഭാരം കുറയ്ക്കാൻ വളരെ നല്ലതാണ്. മാത്രമല്ല ഹൃദയത്തിനും ശ്വാസകോശത്തിൻ്റെയും ഒക്കെ പ്രവർത്തനത്തിന് ഇത് വളരെയധികം നല്ലതുമാണ്. ദിവസങ്ങൾ കൊണ്ട് കുടവയറ് ശരിയാക്കാം, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് 5 കിലോ കുറയ്ക്കാൻ തുടങ്ങിയ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ പലരും വണ്ണം കുറയ്ക്കാനായിട്ട് കൊടുക്കാറുണ്ട്. ഇങ്ങനെ തടി കുറയ്ക്കുന്നത് വളരെയധികം അപകടകരം തന്നെയാണ്. തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന പലരും നോൺ വെജ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതും കാണാറുണ്ട്. എന്നാൽ നോൺ വെജും കൊഴുപ്പുമായി വലിയ ബന്ധമില്ല. കൊഴുപ്പ് കുറയ്ക്കാൻ വേണ്ടത് അന്നജമടങ്ങിയ ആഹാരം നിയന്ത്രിക്കുക എന്നതാണ്. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഭാരം കുറയ്ക്കുന്നത് അത്ര ഹെൽത്തി അല്ല. ഒരു മാസം കൊണ്ട് പരമാവധി 4-5 കിലോഗ്രാം വരെ ഭാരം കുറയ്ക്കാം. ഇതാണ് ശാസ്ത്രീയമായിട്ടുള്ളൊരു രീതി. വ്യായാമത്തിന് മുമ്പ് വാമപ്പ് ചെയ്യുന്നത് നല്ലതാണ്. കൈകാലുകൾക്ക് സ്ട്രെച്ചിങ് നൽകണം. 5 മിനിറ്റ് വാമപ്പ് ചെയ്തതിന് ശേഷം വ്യായാമത്തിലേക്ക് കടക്കുന്നതാണ് നല്ലത്. വർക്കൗട്ടിന് മുൻപ് പ്രീ വർക്കൗട്ട് മീൽസ് കഴിക്കാം. മധുരമില്ലാത്ത പഴമോ ജ്യൂസോ ഒക്കെ മതിയായിരിക്കും. ജ്യൂസ് ഒരിക്കലും പാക്ക് ചെയ്യപ്പെടുന്ന ജ്യൂസ് അല്ല ഉദ്ദേശിക്കുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന, അതാണ്. പഞ്ചസാര ഒന്നും ചേർക്കാത്ത ജ്യൂസ് കുടിക്കാം. അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാം. അല്ലെങ്കിൽ ഡേറ്റ്സ്, നട്ട്സ് ഇവയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ആദ്യഘട്ടത്തിൽ ശരീരത്തെ വഴക്കമുള്ളതാക്കുന്ന വ്യായാമങ്ങളാണ് ചെയ്യേണ്ടത്. തുടർന്ന് ശരീരഭാരം കുറയ്ക്കുന്ന നല്ല രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുന്നത് നന്നായിരിക്കും. അമിതഭാരമുള്ളവരാണെങ്കിൽ ഒരു പേഴ്സണൽ ട്രെയിനറുടെ കീഴിൽ പരിശീലനം ചെയ്യുന്നതാണ് നല്ലത്. വർക്കൗട്ട്, ഭക്ഷണം എന്നിവയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം നൽകാൻ ഒരു ട്രെയിനർക്ക് സാധിക്കും. വ്യായാമത്തിനിടെ ക്ഷീണം തോന്നിയാൽ വിശ്രമിക്കുകയും ദാഹിക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും ചെയ്യണം. ഭക്ഷണ ക്രമീകരണവും വ്യായാമവും ചെയ്തിട്ടും ഭാരം കുറഞ്ഞില്ലെങ്കിൽ അതിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ചിട്ടകളൊന്നും തെറ്റിക്കുകയും വേണ്ട. കാരണം ശരീരഭാരം കുറയുന്നത് സാവധാനത്തിൽ നടക്കേണ്ട ഒരു പ്രോസസ്സാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ്, ഡയറ്റിംഗ് ചെയ്യുമ്പോൾ ആഹാരം കഴിക്കാതിരിക്കുക എന്നതല്ല, ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയ
കൃത്യമായ അളവിൽ ആഹാരം കഴിക്കുക എന്നതാണ്. ഒരുപാട് വലിച്ചു വാരി കഴിക്കാതെ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക, മിതമായിട്ട് കഴിക്കുക, പക്ഷേ കൂടുതൽ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. എല്ലാത്തരം പോഷകങ്ങളും, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം പോഷകങ്ങളും ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ അത് അമിതമായിട്ടുള്ള ക്ഷീണത്തിനും അല്ലെങ്കിൽ പല വിധത്തിലുള്ള ഡെഫിഷ്യൻസീസിനും അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്നതിനും ഒക്കെ കാരണമാകും. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള പോഷകങ്ങളും അടങ്ങിയ ഭക്ഷണം അളവ് കുറച്ച് റെഗുലർ ഇൻ്റർവെല്ലിൽ കഴിക്കുക. അതായത് നമ്മൾ 3 നേരമായിട്ട് കഴിക്കുന്ന ഭക്ഷണം 4, 5, 6 പ്രാവശ്യം ഡിവൈഡ് ചെയ്ത് കഴിക്കുക. എപ്പോഴും ഒരു രാത്രിയിൽ ഒരു 7 മണിക്ക് മുമ്പായിട്ട് ഡിന്നർ കഴിച്ച് തീർക്കുന്നതാണ് നല്ലത്. 7 മണിക്ക് ശേഷം ഭക്ഷണങ്ങളൊന്നും കഴിക്കാതിരിക്കുക. ഉറങ്ങുന്നതിന് 2-3 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കണം. അതുകൊണ്ട് എപ്പോഴും വൈകിട്ട് 7 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിച്ചതിന് ശേഷം കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യാതെ ഒരു 10 മിനിറ്റ് ശരീരത്തിനൊരു നടത്തം കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.